മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വിദേശങ്ങളിലുള്ളവരും സ്വദേശങ്ങളിലുള്ളവരെയും ഞാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഒത്തിരിയേറെ നന്മ നിറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ ഒരുമിച്ചിരുന്ന് ഈ വചനം കേൾക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നത്. അവരെ യേശുവിന് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? ഈശോ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ഓമനകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇന്ന് കർത്താവ് തരുന്ന വചനം കേൾക്കണ്ടേ? റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. വളരെ നിസ്സാരമായ കൊച്ചു വാക്യങ്ങളല്ലേ? ഇത് മനപ്പാഠം പഠിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, നന്മ ചെയ്യുന്നവർ തെളിഞ്ഞു നിൽക്കുന്ന ദീപങ്ങളെ പോലെയാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികള്, യുവജനങ്ങള്, ദമ്പതികള്, ഏകസ്ഥര്, വയോവൃദ്ധര്, അധ്യാപകര്, സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ ദീപങ്ങളാണ്, നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെയുള്ളവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള പരാജയങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, രോഗങ്ങളോ അതുപോലെ തന്നെ കടബാധ്യതകളോ ജീവിത ഭാരങ്ങളോ നമുക്കുണ്ടാകുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നത്, നീ പ്രാർത്ഥനയിൽ ആരംഭിക്കുക, പ്രാർത്ഥനയിൽ സമാപനം കുറിക്കുക. ഓർക്കണേ, നന്മ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവം തന്നെയാണ് അവിടെ ജീവിതത്തിൻ്റെ ആത്മാവും ഉടമസ്ഥനും കാവൽക്കാരനും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.